ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ പറയുന്ന ടോപ്പിക്ക് മെർച്ചൻ്റ് നേവിയുടെ കോഴ്സസോ കാര്യങ്ങളെ കുറിച്ചിട്ടൊന്നുമല്ല. ഞാൻ മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ PV എക്സ്പീരിയൻസിനെ കുറിച്ചിട്ട്. അപ്പോൾ അതിൽ എനിക്ക് വന്നൊരു കമൻറ്റാണ് യൂറിൻ ഇൻഫെക്ഷൻ, അതായത് പ്രഗ്നൻസി ടൈമിലുള്ള യൂറിൻ ഇൻഫെക്ഷനെ കുറിച്ചിട്ട് വീഡിയോ ചെയ്യുമോ എന്ന് വെച്ചിട്ട്. അപ്പോൾ ഒരാൾ നമ്മളെ അടുത്തൊരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ചോദിക്കുമ്പം എനിക്ക് അറിയുന്ന കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഞാൻ അതിനെക്കുറിച്ച് വീഡിയോ ചെയ്യും. അപ്പോൾ ഇന്ന് ആ ഒരു വീഡിയോ ചെയ്തേക്കാമെന്ന് കരുതി. അപ്പോൾ പ്രഗ്നൻസി ടൈമിലെ യൂറിൻ ഇൻഫെക്ഷൻ, അതാണ് നമ്മൾ ഇന്നത്തെ ടോപ്പിക്ക്. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടുവെക്കാം. ഫസ്റ്റ് തന്നെ ഞാൻ പറയട്ടെ, ഞാൻ മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളോ ഒന്നുമല്ല. എനിക്ക് ഇതിനെക്കുറിച്ചിട്ട് വലിയ ഡീറ്റെയിൽ ആയിട്ടുള്ള അറിവും കാര്യങ്ങളൊന്നുമില്ല. എനിക്ക് പ്രഗ്നൻസി ടൈം ഉണ്ടായ ഒരു കാര്യങ്ങളും പിന്നെ നോർമൽ എന്താണ് ഈ ഒരു പ്രഗ്നൻസി ടൈമിലുള്ള യൂറിൻ ഇൻഫെക്ഷൻ എന്ന് ചെറിയൊരു ധാരണയുണ്ട്. ആ ടൈമിൽ ഞാനും ഓരോ ഡോക്ടേഴ്സിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ചെറുതായിട്ടുള്ള അറിവുകളുണ്ട്. അത് മാത്രമേ ഇവിടെ ഞാൻ പറയുന്നത്. അല്ലാണ്ട് ഞാൻ മെഡിക്കലി ഇതിനെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ട് അത്രയും കേപ്പബിൾ ആയിട്ടുള്ള ആളൊന്നുമല്ല. എൻ്റെ ചെറിയ എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്യുന്നത് മാത്രം. അപ്പോൾ അത് ആദ്യം തന്നെ ഞാൻ പറഞ്ഞു വെക്കുകയാണ്. അപ്പോൾ ഈ ഒരു പ്രഗ്നൻസി സമയത്ത് അധിക സ്ത്രീകൾക്കും, അതായത് പ്രഗ്നൻ്റ് ആയവർക്കൊക്കെ കാണുന്ന ഒന്നാണ്. അവരുടെ ഏതെങ്കിലും ഒരു ട്രിമിസ്റ്ററിൽ അവർക്ക് ഈ ഒരു യൂറിനറി ഇൻഫെക്ഷൻ വന്നിട്ടുണ്ടാകും. അപ്പോൾ അത് ആദ്യമൊക്കെ നമ്മൾ ഇതൊരു കോമൺ ആയിട്ടുള്ള കാര്യമായതുകൊണ്ട് ആദ്യമൊക്കെ ചിലപ്പം നമ്മളത് അത്ര ശ്രദ്ധ കൊടുക്കാണ്ട് വിട്ടേക്കാം. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു യൂറിൻ ഇൻഫെക്ഷനൊക്കെ വരുന്ന സമയത്ത് അതിൻ്റെ ചില സിംറ്റംസൊക്കെ കാണിച്ച് തുടങ്ങുന്ന സമയത്ത് തന്നെ നമ്മൾ അതിനൊരു പ്രോപ്പറായിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് നമ്മുടെ ഗൈനക്കോളജിസ്റ്റിന് എടുക്കുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും. കാരണം പഴയതുപോലെയല്ല, നമ്മളിപ്പം ഒരു മദർഹുഡിലേക്ക് പോകാൻ നിൽക്കുന്ന, അപ്പം ഒരു കുഞ്ഞുവാവയുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം നോക്കാൻ വേണ്ടിയിട്ട്. കാരണം നമ്മളെ ബോഡീനെ എന്ത് എഫക്റ്റ് ചെയ്ത് കഴിഞ്ഞാലും അത് വാവയെ കൂടി എഫക്റ്റ് ചെയ്യുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ആ സമയത്ത് നമ്മൾ കുറച്ചും കൂടി കെയർ ആയിരിക്കണം നമ്മളെ ബോഡിക്ക് കൊടുക്കേണ്ടത്. അപ്പം ഇങ്ങനെ ഒരു യൂറിനറി ഇൻഫെക്ഷൻ വന്നു, അത് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടാവുന്ന സമയത്ത് എന്തായാലും നിങ്ങൾ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് എടുക്കണം. അത് സാധാരണയല്ലേ, പ്രഗ്നൻ്റ് ആവുന്ന സമയത്ത് ഉണ്ടാവുന്നതല്ലേ, പ്രഗ്നൻസി പീരീഡിൽ നോർമൽ അല്ലേ എന്ന് എഴുതിയിട്ട് അതിനൊരു ചെറിയ കാര്യമായിട്ട് കാണരുത്. അപ്പോൾ ഫസ്റ്റ് ഇങ്ങനൊരു യൂറിനറി ഇൻഫെക്ഷൻ വരുന്ന പല ആൾക്കാർക്കും ചിലപ്പം സ്കാനിങ്ങിനല്ല ബ്ലഡ് ടെസ്റ്റ് ഒക്കെ ചെയ്യില്ലേ, ബ്ലഡും യൂറിനൊക്കെ നമ്മൾ ഓരോ മാസം നമുക്ക് ടെസ്റ്റ് ചെയ്യാനുണ്ടല്ലോ, ആ സമയത്തായിരിക്കും കാണുന്നത്. അവർക്ക് അധിക സിംറ്റംസും കാര്യമൊന്നും ഉണ്ടാവില്ല. ചില ആൾക്കാർക്ക് അതിന് സിംറ്റംസ് കാണിക്കാൻ തുടങ്ങും. അപ്പം എൻ്റെ ഒരു ഫ്രണ്ടിന് ഫസ്റ്റ് യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടായ സമയത്ത് പുറത്ത് കാണാനൊരു സിംറ്റമും കാര്യമൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ഇങ്ങനെ യൂറിൻ ടെസ്റ്റ് ചെയ്ത് നോക്കുന്ന സമയത്ത് യൂറിനും ബ്ലഡും നമ്മൾ ടെസ്റ്റ് ചെയ്യല്ലോ. അപ്പോൾ യൂറിൻ ടെസ്റ്റ് ചെയ്യുന്ന സമയത്താണ് അതിൽ യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ട് എന്നുള്ളത് അറിഞ്ഞത്. അപ്പോൾ അതിന് ഡോക്ടർ മരുന്നും പ്രിസ്ക്രൈബ് ചെയ്ത് കൊടുത്തു. അത് കണ്ടിന്യൂസ് ഡോക്ടർ പറഞ്ഞ കോഴ്സിൽ തന്നെ കഴിച്ച സമയത്ത് ഓക്കെ ആവുകയും ചെയ്തു. അപ്പോൾ ചിലർക്ക് ഇത് പറഞ്ഞതുപോലെ അത് വിസിബിളി കാണാൻ പറ്റും, അതിൻ്റെ എന്തെങ്കിലും ഒരു സിംറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സിംറ്റംസ് എന്ന് പറയുന്ന സമയത്ത് ചിലപ്പം ഇച്ചിങ് ആയിട്ടുണ്ടാവും, വല്ലാത്ത സഹിക്കാൻ പറ്റാത്ത രീതിയിൽ ഇച്ചിങ് ഉണ്ടാവും, ചെറുതായിട്ടുള്ള ഇച്ചിങ് ഉണ്ടാവും. പിന്നെ അതുപോലെ യൂറിനിൽ കളർ ചേഞ്ച് സംഭവിക്കുക, ഡാർക്ക് യെല്ലോ കളറൊക്കെ കളേഴ്സ് വരുന്ന കാണാം യൂറിൻ പാസ് ചെയ്യുന്ന സമയത്ത്. പിന്നെ യൂറിൻ പോകുമ്പം വല്ലാത്ത പെയിൻ ഉണ്ടാവും ആ ഒരു സ്ഥലത്ത്. പിന്നെ നല്ല പെയിനായിരിക്കും, യൂറിൻ പാസ് ചെയ്ത് കഴിഞ്ഞ് നോക്കുമ്പോൾ നല്ല പെയിനും കാര്യങ്ങളൊക്കെ അനുഭവപ്പെടാം. അങ്ങനത്തെ കുറച്ച് സിംറ്റംസ് ഒക്കെ എല്ലാവർക്കും എല്ലാവർക്കും കുറച്ച് ആൾക്കാർക്ക് കാണിക്കുന്നുണ്ടാവും. ചിലവർക്കൊക്കെ അബ്ഡോമിനലിൽ പെയിൻ, നമ്മൾ അടിവയറ്റിലൊക്കെ നല്ലതായിട്ടുള്ള വേദന, കടച്ചലും ഒക്കെ അനുഭവപ്പെടുന്നുണ്ട്. ഇതുപോലെ യൂറിൻ പോകുന്ന സമയത്തും കടച്ചൽ ഫീൽ ചെയ്യാം. യൂറിൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാലും ഒരു യൂറിൻ പോയി ലാസ്റ്റോട്ട് എത്തുന്ന സമയത്ത് ഭയങ്കര കടച്ചൽ കാര്യങ്ങളൊക്കെ അവിടെ ഫീൽ ചെയ്യുന്നുണ്ടാവും. പിന്നെ നോർമലുള്ള സമയത്ത് ഭയങ്കര ഇച്ചിങ് ഇങ്ങനെയൊക്കെ കണ്ടുവരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഗൈനക്കോളജിസ്റ്റിനെ കാണിച്ചിട്ട് ഒരു പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുക. പിന്നെ പ്രത്യേകിച്ച് ഈ സമയത്ത് ഇങ്ങനെ ഉണ്ട് എന്ന് കരുതിയിട്ട് മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് അങ്ങനെ ആരും ചെയ്യില്ല. എന്നാലും മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് ഡോക്ടറെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ ഒരു കാരണവശാലും മരുന്നൊന്നും വാങ്ങിച്ച് കഴിക്കരുത്. പിന്നെ അതുപോലെ എന്തെങ്കിലും ഓയിൻമെൻറ്റ്സോ ക്രീംസോ കാര്യങ്ങളൊന്നും അപ്ലൈ ചെയ്യരുത്. അപ്പോൾ ശരിക്കും പറയുന്നത്
നമ്മൾ പ്രഗ്നൻ്റ് ആയ സമയത്ത് നല്ലോണം വെള്ളം കുടിക്കാനാണ്. നമ്മൾ നോർമൽ തന്നെ ഒരാൾ നല്ലോണം വെള്ളം കുടിക്കണം, യൂറിൻ ഇൻഫെക്ഷനും കാര്യങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പ്രഗ്നൻ്റ് ആയ സമയത്താണെങ്കിൽ നല്ലോണം വെള്ളം കുടിക്കണം. അത് ഒരു പരിധി വരെ യൂറിൻ ഇൻഫെക്ഷൻ വരുന്നത് തടയും എന്നാണ് പറയുന്നത്. പിന്നെ ഈ ഒരു സമയത്ത് എന്തായാലും ഹോർമോൺസിൻ്റെ മാറ്റങ്ങളും വ്യതിയാനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്, പ്രൊജസ്ട്രോൺ ഹോർമോൺസിൻ്റെയും. അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ യൂറിൻ ഇൻഫെക്ഷൻ ഈ ഒരു പ്രഗ്നൻ്റ് ആയവരിൽ കോമൺ ആയിട്ട് കണ്ടുവരുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് പ്രഗ്നൻ്റ് ആയ സമയത്ത് തന്നെ നിങ്ങൾ യൂറിൻ പോകാൻ തോന്നുമ്പോൾ തന്നെ അവിടെ കൺട്രോൾ ചെയ്ത് വെക്കരുത്. ആ സമയത്ത് എനിക്ക് തോന്നുന്നു കുറച്ച് വയറൊക്കെ വന്ന് തുടങ്ങി, നമ്മൾ ഒരു സെക്കൻഡ് ട്രിമിസ്റ്റർ ലാസ്റ്റൊക്കെ ആവുന്ന സമയത്ത് നമുക്ക് തീരെ യൂറിൻ കൺട്രോൾ ചെയ്യാൻ പറ്റൂല. നമ്മൾ കൺട്രോൾ ചെയ്യണമെന്ന് കരുതിയാലും കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ഉണ്ടാവും. അതല്ലാതെ തന്നെ ഫസ്റ്റൊക്കെ ആണെങ്കിൽ, ഏർലി പ്രഗ്നൻസിയിലൊക്കെ ആണെങ്കിൽ തന്നെ ഒരിക്കലും യൂറിൻ കൺട്രോൾ ചെയ്ത് വെക്കരുത്. നിങ്ങൾക്ക് ബാത്റൂം പോകണമെന്ന് തോന്നുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ അങ്ങ് പോവുക, അല്ലാതെ കൺട്രോൾ ചെയ്യാൻ നിൽക്കരുത്. പിന്നെ യൂറിൻ ഇൻഫെക്ഷൻ ഉണ്ടായിക്കഴിഞ്ഞാലും അല്ലെ യൂറിൻ ഇൻഫെക്ഷൻ ഒന്നും ഇല്ലെങ്കിലും തന്നെ നിങ്ങൾ ബാത്റൂമിലൊക്കെ പോയിട്ട് യൂറിൻ പാസ് ചെയ്ത് വെജൈനയൊക്കെ വാഷ് ചെയ്യുന്ന സമയത്ത് ഒരിക്കലും എക്സ്ട്രാ ഉള്ളൊരു ആർട്ടിഫിഷ്യലായിട്ട് നമുക്ക് ഷോപ്പിൽ നിന്ന് കടയിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന പോലത്തെ വി വാഷ് അങ്ങനത്തെ സാധനങ്ങളൊന്നും വെച്ചിട്ട് മാക്സിമം വാഷ് ചെയ്യാതിരിക്കുക. അവിടുത്തെ ഒരു ഏരിയ എന്ന് പറയുന്നത് അത്രയും സെൻസിറ്റീവാണ്. അപ്പോൾ പുറത്തുള്ള കാര്യങ്ങളൊന്നും വെച്ചിട്ട് നിങ്ങൾ മാക്സിമം വാഷ് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. അതിപ്പോൾ ഇൻഫെക്ഷൻ ഉണ്ട് എന്ന് കരുതിയിട്ട് അവിടെ നല്ലോണം ക്ലീൻ ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട് അങ്ങനെ വാഷ് ചെയ്ത് അങ്ങനത്തെ ഒരു സംഭവങ്ങളൊന്നും ഉപയോഗിച്ച് വാഷ് ചെയ്ത് നോർമൽ നമ്മുടെ സാധാരണ പച്ചവെള്ളം ഉണ്ടാവല്ലോ അതൊക്കെ വെച്ച് വാഷ് ചെയ്യാം, ക്ലീൻ വാട്ടർ വെച്ചിട്ട് വാഷ് ചെയ്യാവുന്നതാണ്. ഇന്നർ ഗാർമെൻറ്റ്സ് ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്ത്, അണ്ടർവെയർസ് ഒക്കെ യൂസ് ചെയ്യുമ്പം അത് ക്ലീൻ ആയിരിക്കണം. മീൻസ് നനഞ്ഞതൊന്നും യൂസ് ചെയ്യരുത്, ശരിക്കും ഉണങ്ങാത്തത്, നല്ലോണം വെയിൽ കൊണ്ടിട്ട് ഉണങ്ങിയ അണ്ടർവെയർസ് ഒക്കെ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. പിന്നെ അധികം പെട്ടെന്ന് ഉണങ്ങാതൊക്കെ എടുത്തിടൂലേ, അങ്ങനെയൊന്നും പാടില്ല. പിന്നെ ഇന്നേഴ്സൊക്കെ ഒരു ദിവസം തന്നെ മാറ്റാൻ ശ്രമിക്കണം, ഡെയിലി തന്നെ അത് ചേഞ്ച് ചെയ്യാൻ ശ്രദ്ധിക്കണം. അല്ലാതെ ഒരു ദിവസത്തിൽ കൂടുതലൊന്നും അണ്ടർവെയർസ് ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും. ഞാൻ ആ ഒരു ടൈമിൽ ഫോളോ ചെയ്ത കാര്യങ്ങൾ ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. എനിക്ക് യൂറിൻ ഇൻഫെക്ഷൻ്റെ എന്തേലും വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ ഏർലി പ്രഗ്നൻസിയിലാണ് എനിക്ക് യൂറിൻ ഇൻഫെക്ഷൻ വന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പ്രഗ്നൻസി സ്റ്റോറിയിൽ പറയാം. ഇപ്പോൾ ജസ്റ്റ് ഒരു യൂറിൻ ഇൻഫെക്ഷൻ വന്ന കാര്യം മാത്രം പറയാം. അപ്പോൾ എനിക്ക് ആദ്യം ഈ പ്രഗ്നൻ്റ് ആവുന്നതിന് മുന്നേ തന്നെ യൂറിൻ ഇൻഫെക്ഷൻ അല്ല, ഒരു യൂറിൻ ഇൻഫെക്ഷൻ എന്ന് പറയാൻ പറ്റുമോ എന്നറിയില്ല, എനിക്ക് ഭയങ്കര ഇച്ചിങ് ആയിരുന്നു പ്രഗ്നൻ്റ് ആവുന്നതിൻ്റെ മുന്നേ. അപ്പം ഭയങ്കര ഇച്ചിങ് ആയ സമയത്ത് ഇങ്ങനെ എൻ്റെ ഫ്രണ്ട് പറഞ്ഞു മേ ബി പ്രഗ്നൻ്റ് ആണെങ്കിൽ ഇതുപോലെ യൂറിൻ ഇൻഫെക്ഷനും ഇച്ചിങ്ങും കാര്യങ്ങളൊക്കെ വരുമെന്ന് പറഞ്ഞു. അപ്പോൾ അതൊന്നും അല്ലായിരുന്നു ആ സമയത്ത്. പിന്നെയും ഇങ്ങനെ ഇതേപോലെ വന്ന സമയത്ത് ഞാൻ ഗൈനിക്കിനെ കാണിച്ചപ്പം ഒരു ഓയിൻമെൻറ്റ് തന്നു, പേരൊന്നും ഞാൻ ഓർക്കുന്നില്ല. ഒരു ഓയിൻമെൻറ്റ് തന്നു, എനിക്ക് അവിടെ അപ്ലൈ ചെയ്തോ കുറഞ്ഞോളൂ എന്ന് പറഞ്ഞിട്ട് ഒരു ഓയിൻമെൻറ്റ് തന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതെനിക്ക് തോന്നുന്നു യൂറിൻ ഇൻഫെക്ഷൻ ആയിട്ട് വന്നതല്ലെന്ന് തോന്നും, ജസ്റ്റ് ഒരു ഇച്ചിങ് പോലെ വന്നതാ. എന്നിട്ട് അത് അപ്ലൈ ചെയ്ത സമയത്ത് മാറിയിട്ടുണ്ടായിരുന്നു. ഒരു 4-5 days ഒക്കെ അത് കണ്ടിന്യൂസ് ചെയ്യാൻ അപ്ലൈ ചെയ്തപ്പം അതങ്ങ് പോയി. പിന്നെ എനിക്ക് അതിപ്പോൾ ഞാൻ യൂറിൻ ഇൻഫെക്ഷൻ ആണോ പറയാമെന്ന് എനിക്കറിയില്ല. പ്രഗ്നൻ്റ് ആയ സമയത്ത് പ്രഗ്നൻസി ഞാൻ അറിഞ്ഞിട്ടില്ലായിരുന്നു. അപ്പോൾ ആ ഒരു ടൈമിൽ എനിക്ക് ഇതുപോലെ യൂറിനൊക്കെ പാസ് ചെയ്യുന്ന സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടായി, നല്ല പെയിൻ ആവാൻ തുടങ്ങി, കടച്ചിലാവാൻ തുടങ്ങി. അതായത് ബാത്റൂമിൽ പോകണമല്ലോ എന്ന് ആലോചിക്കുമ്പോൾ തന്നെ ഭയങ്കര ടെൻഷനാവും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ബാത്റൂമിൽ പോകാൻ തോന്നും. അതായത് ഒരു ബാത്റൂമിൽ പോയി ഒരു ഹാഫ് അവർ ആക്കുമ്പോഴേക്ക് തന്നെ അടുത്ത തവണ ബാത്റൂമിൽ പോകാൻ തോന്നും. അപ്പോൾ എനിക്ക് വെള്ളം കുടിക്കാനേ മടിയാവും. അപ്പോൾ ആ ഒരു ശരിക്കും പറഞ്ഞാൽ നല്ലോണം ബുദ്ധിമുട്ടിയിട്ടുണ്ടായിരുന്നു. യൂറിനെല്ലാം പോകാൻ ഇരുന്നിട്ടാകുമ്പോൾ നമ്മൾ ഇതാക്കുന്ന സമയം എനിക്ക് കടച്ചിലുകൊണ്ട് നല്ലതായിട്ട് ബുദ്ധിമുട്ടിയിട്ടുണ്ട്. അപ്പം ഞാൻ അറിഞ്ഞിട്ടില്ലല്ലോ ആ സമയം പ്രഗ്നൻ്റ് ആയ കാര്യം അറിയാത്തത് കൊണ്ട് തന്നെ ആദ്യം എനിക്ക് തന്ന ഓയിൻമെൻറ്റ്, ഡോക്ടർ തന്ന ഓയിൻമെൻറ്റ് ഞാൻ അപ്ലൈ ചെയ്തു. ഗൈനിക്ക് തന്നതാണല്ലോ, അപ്പോൾ അത് അപ്ലൈ ചെയ്തു. പക്ഷെ ഒരു കുറവും ഉണ്ടായിട്ടില്ല. പിന്നെ നല്ലോണം ഇച്ചിങ് വരാൻ തുടങ്ങി, നോർമലുള്ളതിനേക്കാളും ഇച്ചിങ് വരാൻ തുടങ്ങി. ഇച്ചിങ് വന്നിട്ടില്ലായിരുന്നു. അപ്പോൾ അതിന് മുന്നേ തന്നെ പ്രഗ്നൻ്റ് ആയ കാര്യം അറിഞ്ഞു. അപ്പോൾ പിന്നെ ചെറുതായിട്ട് ഇച്ചിങ് സ്റ്റാർട്ട് ചെയ്തു. ഇച്ചിങ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് നല്ല രീതിയിൽ ഇച്ചിങ് വന്നു. പിന്നെ ഈ ഒരു കടച്ചിൽ പോലത്തെ സംഭവങ്ങളിലൊന്നും കുറച്ച് സൈഡായി.
കടച്ചിലിനേക്കാളും കൂടുതൽ പെയിനേക്കാളും കൂടുതൽ ഈ ഒരു ഇച്ചിങ് ആയിരുന്നു എനിക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിട്ടുണ്ടായത്. അപ്പോൾ ഞാൻ ഗൈനിക്കിനെ തന്നെ നമ്മളിപ്പോൾ ഒന്നും നമുക്ക് പിന്നെ എനിക്ക് പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞതുകൊണ്ട് തന്നെ പിന്നെ ഓയിൻമെൻറ്റ് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടൊരു പേടിയായി. അവർ ഈ ഒരു പ്രഗ്നൻസി അറിയാതെ ആ മുന്നേ സമയത്ത് ഞാൻ വാങ്ങിച്ച ഓയിൻമെൻറ്റില്ല അതിപ്പോഴും അപ്ലൈ ചെയ്യണം ഒരു പേടിയായതുകൊണ്ട് പിന്നെ നേരെ ഞാൻ കൺസൾട്ട് ചെയ്യുന്ന ഗൈനിക്കിൻ്റെ അടുത്ത് തന്നെ പോയി ഞാൻ ഈ കാര്യം പറഞ്ഞു. ഇങ്ങനെ ഒരു ഇച്ചിങ് വരുന്നുണ്ട്, അതുപോലെ ഇങ്ങനെ യൂറിൻ പാസ് ചെയ്യുന്ന സമയത്ത് ഒരു പെയിൻ അനുഭവപ്പെടുന്നുണ്ട്, അപ്പോൾ എന്താന്ന് ചോദിച്ച്. അപ്പോൾ ഈ ഒരു ക്രീം മുന്നേ ഒരു ഓയിൻമെൻറ്റ് തന്നതും കൂടി ഞാൻ പറഞ്ഞു. അപ്പോൾ പറഞ്ഞാൽ അത് കുഴപ്പമില്ല, പ്രഗ്നൻ്റ് ആയിക്കഴിഞ്ഞാൽ അത് യൂസ് ചെയ്യുക, അത് തന്നെ കണ്ടിന്യൂ ചെയ്തോളൂ. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഒരു 3 ടാബ്ലറ്റ് കൂടി തന്നു, ഒരു റോക്കറ്റ് പോലെയുള്ളൊരു ടാബ്ലറ്റും കൂടി തന്നു. 3 തന്നത്. അപ്പോൾ ഇത് നൈറ്റ് കിടക്കുന്നതിന് മുന്നേ നമ്മൾ വെജൈനയിലേക്ക് ഇൻസേർട്ട് ചെയ്ത് വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ആകുമ്പോഴത് കുറഞ്ഞോളും, ഇച്ചിങ്ങും മറ്റു ബുദ്ധിമുട്ടുകളൊക്കെ കുറഞ്ഞോളും എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വീട്ടിൽ വന്നിട്ട് ഇത് വെക്കാൻ വേണ്ടിയിട്ട് പേടിയായി. വെജൈനയിലേക്ക് വെക്കാനുള്ളൊരു ടെൻഷൻ കൊണ്ട് എന്താണെന്നൊന്നും അറിയാത്തതുകൊണ്ട് ഞാനത് വെച്ചിട്ടില്ല. പിന്നെ ഒരു 2-3 ഡേയ്സ് കഴിഞ്ഞിട്ട് ഈ ഓയിൻമെൻറ്റ് അപ്ലൈ ചെയ്യുന്നുണ്ട് എന്നല്ലാതെ ചൂടുവെള്ളത്തിൽ ഉപ്പിട്ടിട്ട് ഞാൻ വാഷ് ചെയ്യാറുണ്ടായിരുന്നു. അത് പറയാൻ വിട്ടുപോയി കേട്ടോ. ചൂടുവെള്ളത്തിൽ ഉപ്പിട്ടിട്ട് ഞാൻ വാഷ് ചെയ്യും, പക്ഷെ അതുകൊണ്ടൊന്നും വലിയ ഒരു കാര്യം ഉണ്ടായിട്ടില്ല എനിക്ക്. എന്നിട്ടും ഇച്ചിങ്ങൊന്നും കുറയാണ്ടാണ് പിന്നെയും ഞാൻ ഡോക്ടറെ അടുത്തേക്ക് പോയത്. അപ്പോൾ ഡോക്ടറെ അടുത്ത് ഞാൻ പറഞ്ഞു ഇങ്ങനെ ഇതും കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ വലിയൊരു പ്രയോജനമൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇതങ്ങനെ തൽക്കാലം ഒരു ആശ്വാസം തരുന്നല്ലാണ്ട് പെർമനൻ്റ് ആയിട്ട് ആ ഒരു ഇച്ചിങ് മാറി കിട്ടൂല എന്ന് പറഞ്ഞു. അങ്ങനെയാണ് പിന്നെ ഈ ഒരു 3 ഗുളികയും കൂടി തന്നത്. നൈറ്റ് കിടക്കുമ്പോൾ തന്നെ വെക്കാൻ പറഞ്ഞു. അപ്പം പിന്നെയും ഞാനത് വെച്ചിട്ടില്ല, പേടിച്ചിട്ട് ഞാൻ വെച്ചിട്ടില്ല. പിന്നെ എനിക്ക് സഹിക്കാൻ പറ്റാത്ത ഇച്ചിങ്ങും കടച്ചിലും കാര്യമെല്ലാം വരാൻ തുടങ്ങിയപ്പം ഞാൻ എന്ത് ചെയ്തു, അതിനകത്ത് ഒരു ടാബ്ലറ്റ് എടുത്തിട്ട് നൈറ്റ് കിടക്കുന്ന സമയം ഇൻസേർട്ട് ചെയ്ത് വെച്ചു. അപ്പം പിറ്റേന്ന് നമ്മൾ വാഷ്റൂമിൽ പോകുന്ന സമയത്ത് അത് ഫുള്ള് മെൽട്ടായിട്ട് പോയിട്ടുണ്ടാവും. അങ്ങനെ ഞാൻ 3 ടാബ്ലറ്റും കൂടി വെച്ചു. 3 ടാബ്ലറ്റും വെച്ച സമയത്ത് എനിക്ക് ഫുള്ളായിട്ട് ഇച്ചിങ്ങും ഒക്കെ മാറി കിട്ടി. അതിൻ്റെ കൂടെ ഓയിൻമെൻറ്റും വെക്കാറുണ്ടായിരുന്നു. ഓയിൻമെൻറ്റും വെക്കും, അതുപോലെ ഈ ഒരു ടാബ്ലറ്റ് 3 കൂടി കഴിയുമ്പോഴേക്ക് ഓക്കെ. അപ്പോൾ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് 3 വെച്ച് കഴിയുമ്പോഴേക്ക് തന്നെ എല്ലാം ശരിയാവുന്നുള്ളത്. അപ്പം ഒന്നും പിന്നെ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. അതിപ്പോഴും എനിക്ക് ആലോചിക്കുമ്പോൾ ഭയങ്കര ടെൻഷനാണ്. ആ ഒരു ഇച്ചിങ്ങും കൂടി വെച്ച് പ്രഗ്നൻസിൻ്റെ ക്ഷീണവും അതെല്ലാം കൊണ്ട് നടന്നവരെ ആലോചിക്കുമ്പോൾ തന്നെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ ആ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് എടുത്തത് കൊണ്ട് ഞാനത് ഡോക്ടറെ അടുത്ത് കൺസൾട്ട് ചെയ്ത് അതൊക്കെ ഒരു പറഞ്ഞത് കൊണ്ട് പിന്നെയും പെട്ടെന്ന് മാറി. ആ ടാബ്ലറ്റ് കൂടി വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി നേരത്തെ മാറിയാണ്. ഞാനൊരു 2-3 ഡേയ്സ് കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ ഒരു ടാബ്ലറ്റ് ഇൻസേർട്ട് ചെയ്തത്. അതുകൊണ്ടാണ് കുറച്ച് എനിക്ക് ഡിലേ ആയത്. എനിക്ക് അകത്ത് കഴിക്കാൻ വേണ്ടിയിട്ട് മരുന്നൊന്നും തന്നിട്ടുണ്ടായിട്ടില്ല. അത് ഓരോ ഇത് വെച്ചിട്ടായിരിക്കും അവർ തരുക, ആവശ്യമുണ്ടെങ്കിൽ തരുമല്ലോ. അപ്പം അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് അങ്ങനെ വലിയ യൂറിൻ ഇൻഫെക്ഷനോ അല്ലെങ്കിൽ അങ്ങനെ ഇച്ചിങ്ങോ പെയിനോ കാര്യങ്ങളൊന്നും അനുഭവപ്പെട്ടിട്ടില്ല. പിന്നെ അത് കഴിഞ്ഞിട്ടൊരു 5th 6th ആ ഒരു ടൈം ആകുമ്പോഴേ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഇച്ചിങ് വരും. ഇച്ചിങ് എന്ന് പറഞ്ഞാൽ നീണ്ടു നിൽക്കുന്ന ഇച്ചിങ് ഒന്നുമല്ല, ചിലപ്പോൾ രാവിലെ എണീറ്റ് ഒരു കുറച്ച് സമയം കഴിയുമ്പോഴേക്ക് ഒരു ചെറുതായിട്ടൊരു ഇച്ചിങ് വരും. അപ്പം തന്നെ എനിക്ക് ടെൻഷനാവും, അന്നത്തെ കാര്യങ്ങളെല്ലാം ഓർമ്മ വരും, അതുകൊണ്ട് നടന്നതും. പിന്നെ മുന്നത്തെ പോലെയല്ലല്ലോ, ഇപ്പം കുറച്ച് വയറും കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങി, നമ്മൾ കുറച്ചും കൂടി ക്ഷീണം വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെയൊക്കെ ഈ ഒരു ഇച്ചിങ്ങും കൂടി വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ ഒരു യൂറിൻ പോകുന്ന സമയത്ത് വേദനയൊക്കെ വന്നു കഴിഞ്ഞാൽ അയ്യോ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. അപ്പം എനിക്കത് ആലോചിച്ച് തന്നെ പേടിയാവാൻ തുടങ്ങി. അപ്പോൾ ഒരു ദിവസം ഒരു തവണ അങ്ങനെ വന്നു. ഞാൻ അപ്പം അങ്ങനെ ഞാൻ എൻ്റെ വീട്ടിലായിരുന്നു. അപ്പോൾ അമ്മേൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ എനിക്ക് അമ്മ ഇത് ഇച്ചിങ് പോലെ വരുന്നുണ്ട്, ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പം ഞാൻ എന്ത് ചെയ്തു, പിന്നെ നല്ലോണം ആ ഒരു ചൊറിച്ചൽ പോലെ വന്ന സമയത്ത് തന്നെ ഞാൻ നല്ലോണം വെള്ളം എടുത്ത് കുടിച്ചു. നല്ലോണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നത്തെ ദിവസം ഇടയ്ക്കിടയ്ക്കേ വെള്ളം കുടിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ വെള്ളം കുടിച്ച് ഒരു ഉച്ചയൊക്കെ ആയപ്പോൾ പിന്നെ എനിക്കൊന്നുമില്ല. പിന്നെ ആ ഒരു ഇച്ചിങ്ങിൻ്റെ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. പെയിൻ ആ ടൈം വന്നിട്ടുണ്ടായിട്ടില്ല, ജസ്റ്റ് ഇച്ചിങ് മാത്രമേ വന്നിട്ടുള്ളൂ. അപ്പോൾ അതും അങ്ങനെ പോയി. പിന്നെ ഇതൊക്കെ വരുന്നത് നമുക്ക് ചൂട് സമയത്താണ്. ഒരു മാർച്ച് സമയത്താണ് എനിക്ക് ഇത് നല്ലോണം ബുദ്ധിമുട്ടുണ്ടായത്. മാർച്ച് ഏപ്രിൽ ടൈമാണ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കേ ഇതുപോലെ ഒരു കുഞ്ഞു ഇച്ചിങ് വരും. അപ്പോൾ ഞാൻ ചെറുതായിട്ട്, അത് നമുക്കങ്ങനെ വലിയ ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിലൊന്നുമല്ല, ചെറുതായിട്ടൊരു ഇച്ചിങ് വരും. അപ്പോഴും ഞാൻ ഒരു ഹാഫ് ബോട്ടിലൊക്കെ വെള്ളം എടുത്ത് കുടിക്കും. ഇടയ്ക്കിടയ്ക്കേ ഒരു ഹാഫ് അവറൊക്കെ ഇടവിട്ടിട്ട് ഞാൻ വെള്ളം കുടിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ അതങ്ങ് മാറും.
അപ്പോൾ ഞാൻ ഇങ്ങനെ പറയും, ഞാൻ വെള്ളം കുടിച്ച് നോക്കാം, വെള്ളം കുടിച്ചിട്ട് മാറിയില്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഡോക്ടറെ അടുത്ത് പോകാം. പക്ഷെ എനിക്ക് ആ വെള്ളം കുടിച്ചതിൽ കൊണ്ട് തന്നെ കുറയാറുണ്ട്. ഇപ്പം എല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ലേ. ഞാൻ ഒരു ദിവസം അങ്ങനെ വെള്ളം കുടിച്ച് നോക്കിയതാണ്, അപ്പോഴെനിക്ക് കുറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞു, ചെറുതായിട്ടേ ഉണ്ടായിട്ടില്ല. പക്ഷെ നമുക്കൊരിക്കൽ ആ വലിയ കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തത് കൊണ്ട് തന്നെ അതിൻ്റെ കുഞ്ഞി വരുമ്പം തന്നെ നമുക്ക് പേടി ഉണ്ടാവുമല്ലോ. ആ ഒരു പേടി നമുക്ക് എന്തായാലും, അതായത് വരുന്നുണ്ടോ എന്നുള്ള ഡൗട്ട് വരുമ്പോൾ തന്നെ നമുക്ക് നല്ല ടെൻഷനായിരിക്കും. അപ്പോൾ ആ ഒരു ഇതിൽ ഞാൻ വെള്ളം കുടിച്ചപ്പോൾ തന്നെ എനിക്കത് കംപ്ലീറ്റ്ലി മാറിയിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ ആ ഒരു ചൂട് സമയത്ത് എനിക്കത് വന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ ചിലപ്പോൾ മേ ബി വെള്ളം കുടിക്കുന്നത് കുറഞ്ഞിട്ടുണ്ടാവുമായിരിക്കും. അതുകൊണ്ടായിരിക്കും ഇങ്ങനെ കുടിക്കലുണ്ട് ഞാൻ നല്ലോണം. ആ സമയം തൊട്ടേ ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞ ടൈം തൊട്ടിട്ട് ഞാൻ നല്ലോണം വെള്ളം കുടിക്കലുണ്ട്. പക്ഷേ ചൂട് സമയമല്ലേ, അപ്പം ആ ഒരു ഇതിന് നമ്മൾ പ്രഗ്നൻ്റ് ആയ ഒരാൾക്ക് ആ ഒരു വെള്ളം മതിയാവില്ലായിരിക്കും ചിലപ്പം കുടിച്ചത്. ഞാൻ അങ്ങനെ ചിന്തിക്കുന്നു. അപ്പോൾ അതിനുശേഷം വെള്ളം നല്ലോണം കുടിക്കാൻ തുടങ്ങിയ ശേഷം പിന്നെ അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. അപ്പോൾ എല്ലാവർക്കും ഇപ്പം ഇതുപോലെ ആയിരിക്കില്ല. എൻ്റെ ഫ്രണ്ടിന് ഞാൻ പറഞ്ഞല്ലോ, അവൾക്ക് അങ്ങനെ പുറത്ത് വിസിബിലി ഒരു സിംറ്റംസും കാര്യം ഒന്നും ഉണ്ടായിട്ടില്ല, ഒരു സയൻസും ഉണ്ടായിട്ടില്ല ഇങ്ങനൊരു യൂറിൻ ഇൻഫെക്ഷൻ അവൾക്ക് ഉണ്ട് എന്നുള്ളത്. പക്ഷേ ഇതുപോലെ യൂറിൻ ടെസ്റ്റ് ചെയ്ത് ലാബ് റിപ്പോർട്ട് കാണിക്കുന്ന സമയത്ത് ഡോക്ടർ പറഞ്ഞു യൂറിൻ ഇൻഫെക്ഷൻ ആണ്, ടാബ്ലറ്റ് കഴിക്കണം എന്ന് പറഞ്ഞാൽ അവൾക്ക് ഇൻസേർട്ട് ചെയ്യാനും ഒരു ടാബ്ലറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ ഉള്ളിൽ കഴിക്കാനും കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിക്കാനും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മേ ബി കുറച്ചധികം ആയിട്ടുണ്ടാവുമായിരിക്കാം. പക്ഷേ അതിൻ്റെ ഒരു സിഗ്നലും മീൻസ് ഒരു സിംറ്റമൊന്നും അവൾക്കത് ഉണ്ടായിട്ടില്ല. അവൾ പോലും അറിഞ്ഞിട്ടില്ല അവൾക്ക് ഉണ്ട് എന്നുള്ളത്. അപ്പോൾ അതിന് ഓരോ ആൾക്കാർക്കും അവരുടെ ബോഡി ടൈപ്പ് അനുസരിച്ചിട്ട് ഡിഫറെൻ്റ് ആയിരിക്കും. എല്ലാ കാര്യങ്ങളായി കഴിഞ്ഞാലും, പ്രഗ്നൻസി സിംറ്റംസ് ആയി കഴിഞ്ഞാലും, അതുപോലെ മറ്റെന്ത് കാര്യങ്ങളായി കഴിഞ്ഞാലും ഓരോരാളുടെ ബോഡി ടൈപ്പ് അനുസരിച്ചല്ലേ ഇരിക്കുന്നത്. അപ്പോൾ ഇത് മാത്രമാണ് എനിക്കൊരു യൂറിൻ ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞിട്ട് വന്നത്. അങ്ങനെ വലുതായിട്ടൊന്നും വന്നിട്ടില്ല, ഇത് ഈ പറഞ്ഞ രീതിയിലാണ് വന്നത്. അപ്പോൾ ഇത്രേ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഉള്ളൂ. ഞാൻ പറഞ്ഞതുപോലെ ഇത് പറയാൻ വേണ്ടി മാത്രം ഞാനങ്ങനെ ഒരു മെഡിക്കൽ ഫീൽഡിൽ, മെഡിക്കൽ പ്രൊഫഷനിൽ വർക്ക് ചെയ്യുന്ന ആളൊന്നുമല്ല. ഇതിനെക്കുറിച്ചിട്ട് ഭയങ്കര വലുതായിട്ട് പറഞ്ഞുതരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ സമയത്ത് ഞാനിങ്ങനെ ഈ പെയിനും കാര്യങ്ങളൊക്കെ വന്നപ്പം ഞാൻ യൂട്യൂബിൽ കുറേ ഡോക്ടേഴ്സിൻ്റെ വീഡിയോ ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ കണ്ടു നോക്കല്ലോ. അപ്പോൾ നമുക്കധികം പ്രഗ്നൻസി റിലേറ്റഡ് കാര്യങ്ങൾ തന്നെയായിരിക്കുമല്ലോ നമ്മൾ നോക്കുന്നത്. അപ്പോൾ അതുപോലെ ഞാൻ ഓരോ വീഡിയോസ് കണ്ടു നോക്കുന്ന സമയത്ത് അതിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞതാണ്. ഇത് വെള്ളം കുടിക്കുക, മാക്സിമം നല്ലോണം വെള്ളം കുടിക്കുക, പിന്നെ പുറത്ത് നമ്മൾ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ പ്രൊഡക്റ്റ് ഒന്നും ഉപയോഗിക്കാതിരിക്കുക, അതൊക്കെ ഞാൻ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൂടുതൽ നിങ്ങൾക്ക് ആ ഒരു യൂറിൻ ഇൻഫെക്ഷനെ കുറിച്ചിട്ട് സയൻറ്റിഫിക്കലി അറിയണമെങ്കിൽ യൂട്യൂബിൽ തന്നെ കുറേ ഡോക്ടേഴ്സ് വീഡിയോ അവൈലബിൾ ആയിരിക്കും, അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അല്ല നിങ്ങളെ കാണിക്കുന്ന ഗൈനിക്കിൻ്റെ അടുത്ത് നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കാമല്ലോ. അപ്പം ഗൈനിക്കിൻ്റെ അടുത്ത് ചോദിച്ചിട്ട് ഇതിൻ്റെ വരാണ്ടിരിക്കാനുള്ള പ്രിക്കോഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് അന്വേഷിച്ച് വെക്കാം. അപ്പം ഞങ്ങൾക്ക് പറയാനുള്ളത്, ഇങ്ങനെ ഒരു ചെറിയ സിംറ്റംസ് ഒക്കെ കാണുമ്പം മാക്സിമം നിങ്ങൾ സ്വന്തം ട്രീറ്റ്മെൻറ്റ് ചെയ്യാതെ നിങ്ങളുടെ കൺസൾട്ട് ചെയ്യുന്ന ഗൈനിക്കിനെ തന്നെ കാണിക്കുക. കാരണം നമ്മൾ ഈ ഒരു സമയത്ത് സ്വയം ചികിത്സ അത്ര നല്ലതായിട്ടുള്ള കാര്യമല്ല, വാവ കൂടി ഉള്ളതാണ്. ഈ വീഡിയോ ജസ്റ്റ് ആ കുട്ടി കമൻറ്റ് ചെയ്തത് കൊണ്ട് മാത്രം പറഞ്ഞതാണ്. നമ്മുടെ വീഡിയോയിൽ അങ്ങനെ എന്നെക്കൊണ്ട് കഴിയുന്ന കാര്യങ്ങളാണെങ്കിൽ ഞാൻ ടോപ്പിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെക്കൊണ്ട് വീഡിയോ ചെയ്യാം. അപ്പം ഞാൻ മാക്സിമം വീഡിയോ ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യും. അപ്പോൾ ആ കുട്ടി ജസ്റ്റ് ഇങ്ങനെ ഇതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാമോ എന്ന് ചോദിച്ചത് കൊണ്ട് കുട്ടിക്ക് വേണ്ടിയിട്ട് ചെയ്തു. ഇതിപ്പം ആർക്കെങ്കിലും യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ അതുകൂടി നല്ലതല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ, വലിയ കാര്യമായിട്ടൊന്നും പറയാനില്ല. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ, താങ്ക് യു.